നമ്മുടെ നാട്ടിൽ പണ്ട് തുടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ആഗ്രഹമായിരിക്കും ദുബായിലേക്ക് പോകുക എന്നുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഫ്രം എ ടൈം എല്ലാവർക്കും വലുതാവുമ്പോൾ എനിക്ക് ദുബായ് പോകണം എന്നുള്ളൊരു സംഭവം നമ്മുടെ നാട്ടിൽ ഭയങ്കര കൂടുതലാണ്. പക്ഷേ ശരിക്കും ദുബായിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ലൈക്ക് ലിറ്ററലി ഐ എം ജസ്റ്റ് ഗോയിങ് ടു ടോക്ക് അബൌട്ട് കോസ്റ്റ് ഓഫ് ലിവിങ്, റിയൽ തിങ്സ് ലൈക്ക് ഹെൽത്ത്, നമ്മൾക്ക് താമസിക്കുന്ന ഏരിയാസ്, സ്കാംസ്, റെൻറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഐ ഹവ് ഒഫീഷ്യലി കംപ്ലീറ്റഡ് 6 months ഹിയർ ഇൻ ദുബായ്. സോ ഐ തിങ്ക് ഐ ഹാവ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ടു ഷെയർ വാട്ട് എവർ വാസ് മൈ എക്സ്പീരിയൻസ്. സോ യാ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ദുബായിലേക്ക് വരുന്നത് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. സോ പ്രോബബ്ലി നിങ്ങളൊരു വിസിറ്റിംഗ് വിസയിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ റൂൾ അനുസരിച്ചിട്ട് ജോബ് സീക്കർ വിസയിലാണ് ഉണ്ടാവുക അല്ലേ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെപ്പോഴും ആ ഒരു ടിക്കറ്റിൻ്റെ എമൗണ്ടോ അല്ലെങ്കിൽ വിസ എടുക്കാനുള്ള എമൗണ്ടോ മാത്രം വെച്ചിട്ട് ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഡെഫിനറ്റ്ലി ദുബായിലുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് ഈസ് മച്ച് ഹയർ ദാൻ എനി അതർ എമിറേറ്റ്. കാരണം ദുബായ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് ലൈക്ക് അതർ എമിറേറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദുബായിലുള്ള കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്. നമ്മുടെ നാട്ടിലെ എമൗണ്ട് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ തീരെ പറ്റില്ല. കാരണം ഇവിടുത്തെ ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട് ദുബായിലാണ് കുറേ പൈസ ഉണ്ടാവും, അങ്ങനെയല്ല. നമ്മൾ എവിടെ വന്നൊരു ചെറിയ സ്പേസിന് പോലും ഞാൻ ഇവിടെ വന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് കൊടുക്കുന്ന ഒരു എമൗണ്ട് നമ്മൾ നാട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫുൾ വീട് തന്നെ കിട്ടും. അത്രയും വലിയൊരു ചേഞ്ച് തന്നെ റെൻറ്റിങ് സിസ്റ്റത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സേവിങ്സ് ഇല്ലാണ്ട് ഇവിടെ വരുന്നതിൽ ഒരു പോയിൻറ്റും ഇല്ല. കാരണം നമ്മൾ ഇവിടെ വരുന്നത്, പലവരും വരുന്നത് ഇവിടെ സേവ് ചെയ്യാനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണല്ലേ. അപ്പോൾ ആ ഒരു ഇൻറ്റൻഷനിലാണ് നിങ്ങൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് നോ ഇനീഷ്യൽ എക്സ്പെൻസസിന് ഒരു ഐഡിയ ഉണ്ടാവണം. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വിചാരിക്കാൻ പോലും പറ്റാത്ത ടൈപ്പ് ഓഫ് കാര്യങ്ങളുണ്ടാവും. ഇനി നിങ്ങളിവിടെ സാലറി, അതായത് നിങ്ങളിവിടെ ജോലി കിട്ടിയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പലവരും പറയും ഓക്കെ ദുബായിൽ ജോലി കിട്ടി, സാലറി ഇത്രയൊക്കെ ഉണ്ട്, നാട്ടിൽ ഇത്ര ലക്ഷം രൂപ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷൻ തരുന്നുണ്ടോ? അതല്ല നിങ്ങൾക്ക് അക്കോമഡേഷൻ തരുന്നില്ല എന്നുണ്ടെങ്കിൽ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള കൺവെയൻസ് എന്തെങ്കിലും തരുന്നുണ്ടോ? അതല്ല അതും നിങ്ങൾ ബെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിസ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ടോ? വിസ സ്പോൺസർ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അക്കോർഡിംഗ് ടു റൂൾസ് ആണോ ഫോളോ ചെയ്യുന്നത്? ഇതൊക്കെ നോക്കാണ്ട് ജസ്റ്റ് ഒരു കമ്പനി ജോലി തരുന്നു എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ നിങ്ങളിവിടെ വന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ സ്കാംസിനെ പറ്റി പിന്നെ പറയാം. പക്ഷേ എന്തൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ പല സൈസസ് ഓഫ് കമ്പനീസ് ഉണ്ട്. ജസ്റ്റ് ബിക്കോസ് ദ കമ്പനി ബിലോങ്സ് ടു ദുബായ് അല്ലെങ്കിൽ ആ കമ്പനി ദുബായിലാണെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഭയങ്കര ഫാൻസി ആവണം എന്നില്ല. കാരണം ഇവിടെ ഉള്ള പല കമ്പനികളും വലുതും ഉണ്ട് ചെറുതും ഉണ്ട്, ഒരേ പേരിലുള്ള പല കമ്പനികളുണ്ട്. കാരണം എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ പല കമ്പനികളിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ട് വിത്ത് എ വെരി ലോവർ സാലറി ഐ വുഡ് സേ. പക്ഷേ ആ സമയത്ത് ഡെസ്പെറേറ്റ് ആയതുകൊണ്ട് ഞാൻ എന്തിനും ഓക്കെ പറയാൻ റെഡിയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അന്ന് ഞാൻ പലതിനും ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ വാട്ട്സ് നെക്സ്റ്റ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കേണ്ട വന്നേനെ. ഇനി ഞാൻ എന്ത് ചെയ്യും? കാരണം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് സേവ് ചെയ്യാനാണ്, എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അതൊന്നും നടക്കില്ലായിരുന്നു. കാരണം അന്ന് പല കമ്പനികളും ഓഫർ ചെയ്യുന്ന പൈസ, എസ്പെഷ്യലി മലയാളി കമ്പനികളായിരിക്കും, ഞാൻ ആരെയും അങ്ങനെ ഇതാക്കി പറയല്ല, പക്ഷേ മലയാളി കമ്പനികളും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ യൂഷ്വലി നാട്ടിലത്തെ പൈസ നോക്കിയിട്ടാണ് നമുക്ക് പൈസ സാലറി ആയിട്ട് തരിക. സോ നമ്മൾ ആ ഒരു എമൗണ്ടിലാണ് നമ്മൾ ആ സാലറീനെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് നമ്പേഴ്സ് ഇറ്റ് വുഡ് സൗണ്ട് ലൈക്ക് ഭയങ്കര വലിയ നമ്പേഴ്സ്. പക്ഷേ ഇവിടെ ആ നമ്പർ വെച്ച് നമുക്ക് ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ വരുന്നതിന് മുന്നേ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഫിനാൻഷ്യൽ കാര്യങ്ങൾ വെച്ചിട്ട് ആ എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാനും താമസിക്കാനും ബേസിക് നെസസിറ്റീസ് എങ്കിലും കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ഇവിടെ വരാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ. പിന്നെ പല കമ്പനികളും നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് അലവൻസ്, ഫുഡ് അലവൻസ് പലതും തരും. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം കമ്പനി ടു കമ്പനി. ഇതൊക്കെ നിങ്ങൾ എത്രത്തോളം തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഡോക്യുമെൻ്റായിട്ട്, ഇമെയിലായിട്ട്, എന്ത് ഫോമാറ്റിലായിക്കോട്ടെ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. വിത്തൗട്ട് ദാറ്റ് ഡോണ്ട് തിങ്ക് ദാറ്റ് ഇവിടെ വന്നിട്ട് അവരെല്ലാം തരും. ആ പ്രോമിസസിനൊന്നും നിൽക്കരുത്. നിങ്ങൾ വരുന്നതിന് മുന്നേ ഇതൊക്കെ ഓൺ പേപ്പർ, ഓൺ ഡോക്യുമെൻ്റ് ആയിട്ട് വരണം. പല കമ്പനികളും ഒരു കാര്യം ചെയ്യൂ, ഞാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിസ എടുത്ത് തരാം, നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്ന് നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വന്ന് ഒരു 6 മാസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ദിസ് ഇസ് നോട്ട് റൈറ്റ്, ദാറ്റ്
ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്, ഇത് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല കമ്പനികളും ആൾക്കാരെ ഇവിടെ നിന്ന് വിടുന്നുണ്ട്. ആൻഡ് ഓൾസോ കീപ്പിംഗ് ദ ഫാക്ട് ദാറ്റ് ഈ അടുത്ത് ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പല കമ്പനികളും ഈ ഒരു സിറ്റുവേഷൻ കാരണം പലവരെ ഫയർ ചെയ്തിട്ടുണ്ട്. മാസീവ് ഫയറിങ് ഇവിടെ നടന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി. കാരണം നമുക്ക് നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. എസ്പെഷ്യലി ഇങ്ങനത്തേക്കുള്ള സിറ്റുവേഷൻസ് നടക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഹൈക്കപ്പ് ആവും. അപ്പോൾ എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ല. നിങ്ങളൊരു സ്റ്റേബിൾ സിറ്റുവേഷനിലല്ല ഇവിടെ നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നത് പൈസ കൊടുത്തിട്ട്, നിങ്ങളിവിടെ നിന്ന് പോണതും പൈസ കൊടുത്തിട്ട്, നിങ്ങളിവിടെ നിൽക്കണതും പൈസ കൊടുത്തിട്ട്, ജോലിക്ക് പോണതും ഇവിടുന്ന് അങ്ങോട്ട് പൈസ കൊടുത്ത് ആ സിറ്റുവേഷനിൽ നിൽക്കരുത്. ജസ്റ്റ് because it is Dubai doesn't mean that it is going to give you a lot of money. You have to be assured that എല്ലാം പ്രോപ്പർ ആണെന്നുള്ളത്. അല്ലാണ്ട് ജസ്റ്റ് ദുബായിൽ ജോലി കിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഓടി വരേണ്ട കാര്യമില്ല. അടുത്ത കാര്യം ഹൗസിങ്. എവിടെ പോയാലും എപ്പോഴും പറയണൊരു കാര്യമുണ്ട്, നമ്മൾ തിരിച്ച് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്കവിടെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണല്ലോ നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു കാര്യം. ഇവിടുത്തെ കാര്യം പറയാനുണ്ടെങ്കിൽ ദുബായ് എന്നുള്ളൊരു എമിറേറ്റിൽ റേറ്റ് കൂടുതലാണ്. അബുദാബിയിലും കൈൻഡ് ഓഫ് സെയിം ആണ്. അതർവൈസ് ഷാർജയിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഫുജറ, അജ്മാൻ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ദുബായിലാണ് ജോലി എന്നുണ്ടെങ്കിൽ പലവരും ദുബായ് ടു ഷാർജ കമ്മ്യൂട്ട് ചെയ്യുന്നവരുണ്ട്. ദുബായ് ടു ഷാർജ ക്ലോസർ ആയിട്ടുള്ള ഏരിയാസിലാണെങ്കിൽ ഇറ്റ് ഈസ് ഫൈൻ, യു ക്യാൻ ഗെറ്റ് എ പ്ലേസ് ഇൻ ഷാർജ. പക്ഷേ ഇവിടുത്തെ ലൈക്ക് പ്രോപ്പർ ദുബായിലുള്ള കാര്യങ്ങളാണെങ്കിൽ എവിടെയാണെങ്കിലും റേറ്റ്സ് ആർ ഭയങ്കര ഹൈ. ഇവിടെ പല പല സിസ്റ്റംസ് ഉണ്ട്. ഷെയർഡ് അക്കോമഡേഷനിൽ 10 പേര് ബങ്ക് ബെഡിൽ ഷെയർ ചെയ്യുന്നവരുണ്ട്, 10 ബങ്ക് ബെഡുകൾ ഷെയർ ചെയ്യുന്നവരുണ്ട്, പാർട്ടീഷൻസ് ഉണ്ട്, ഒരു പാർട്ടീഷനിൽ തന്നെ 2 പേര് സ്റ്റേ ചെയ്യണതുണ്ട്. അങ്ങനെ പല ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലൂടെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് അഗൈൻ ഐ എം സേയിങ് ദുബായ് എന്ന് പറയുന്നത് അത്ര ഫാൻസി സൈഡ് ഓഫ് ദുബായ് ഉണ്ട്, അതർ സൈഡ് ഓഫ് ദുബായ് ഉണ്ട്. ജസ്റ്റ് ഫോർ എ ഇൻഫർമേഷൻ ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാനിവിടെ വന്നത് താങ്ക്ഫുള്ളി എനിക്ക് ഇപ്രാവശ്യം ഞാൻ ജോലി കിട്ടി വന്നപ്പോൾ ഐ ഹാഡ് ആൻ അക്കോമഡേഷൻ. എനിക്ക് എൻ്റെ കമ്പനി അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കീപ്പിംഗ് ദാറ്റ് ഇൻ മൈൻഡ് ഞാൻ താമസിക്കണമല്ലോ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടി നോക്കാൻ പോയപ്പോൾ വൺ ടൈം വാട്ട് ഹാപ്പൻ, ഞാൻ താമസിച്ചിരുന്നത് ഭയങ്കര അത്യാവശ്യം ഇതായിട്ടുള്ളൊരു ഏരിയയിലൊക്കെ തന്നെ. പക്ഷേ അതിൻ്റെ അടുത്ത് ഞാനൊരു ബിൽഡിങ്ങിൽ ജസ്റ്റ് ഒരു പാർട്ടീഷൻ നോക്കാൻ വേണ്ടി പോയിരുന്നു. ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ പോയി കഴിഞ്ഞപ്പോൾ കുറേ ലൈക്ക് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ, സൗത്ത് ആഫ്രിക്ക, ലൈക്ക് ഫിലിപ്പീനോസ്, ഇന്ത്യൻസ്, എവ്രി വൺ വാസ് ദെയർ, പാകിസ്ഥാൻ, എവ്രിബഡി വാസ് ദെയർ. ലൈക്ക് ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. നമുക്ക് അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല, എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ഈ ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഡഞ്ചൻ, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഭയങ്കര അണ്ടർഗ്രൗണ്ട് ഫീലിംഗ് ആണ് വന്നത്. ലിഫ്റ്റിൽ കയറി നമ്മൾ മുകളിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരുമാതിരി ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ റൂം പോലും കാണാണ്ട് തിരിച്ചിറങ്ങി വന്നു. ആൻഡ് ദെയർ ദ സിസ്റ്റം വാസ്, ഒരു പാർട്ടീഷനകത്ത് 2 ആൾക്കാരാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാജിൻ, പാർട്ടീഷൻ എന്ന് പറയുന്നതേ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ 4 കഷ്ണം. ഈ 4 കഷ്ണത്തിൽ ഒരു കഷ്ണത്തിൽ 2 പേര് താമസിക്കാം. ഇറ്റ് ഈസ് ലൈക്ക് ടു മച്ച്. ആൻഡ് സംടൈംസ് ഈ 4 കഷ്ണത്തിൽ വിൻഡോസും ഉണ്ടാവില്ല. ഇറ്റ് വാസ് ലിറ്ററലി ഒരു കൂടിനകത്തിട്ട പോലത്തെ ഒരു അവസ്ഥ. അങ്ങനത്തെ സിസ്റ്റംസ് ഉണ്ട്. സ്റ്റുഡിയോസ് ഉണ്ട്, 1 BHK ഉണ്ട്, 2 BHK ഉണ്ട്, വില്ല ഉണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ദാറ്റ് ഇതുണ്ടായാൽ മതി. പക്ഷേ വരുമ്പോൾ ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ബാൻഡ് വിഡ്ത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ആൻഡ് ഡെഫിനറ്റ്ലി എപ്പോഴും ബെറ്റർ നിങ്ങൾക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്ലേസ് എടുക്കലായിരിക്കും എപ്പോഴും ബെറ്റർ. പക്ഷേ ഇഫ് യു കാണ്ട് അഫോർഡ് ഇറ്റ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ മാസ്റ്റർ ബെഡ്റൂം ഓർ എ സിംഗിൾ ബെഡ്റൂം ഓർ സം ഓർ ദി അതർ. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ പാർട്ടീഷൻ. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ഷെയർഡ് സ്പേസ്, ദാറ്റ് ടു ലൈക്ക് മേ ബി 2 or 3. പക്ഷേ അതർ ദാൻ ദാറ്റ് എൻ്റെ ഒരു കേസിൽ ഞാനത് സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യില്ല. പക്ഷേ എല്ലാവർക്കും അത് അഫോർഡബിൾ ആയി എന്ന് വരില്ല. കാരണം ഞാൻ പറയുകയാണെങ്കിൽ ചെറിയ ഒരു ഷെയർഡ് സ്പേസിന് തന്നെ 300-500 dirhams ഉണ്ട്. ഞാൻ പറയുന്നത് 10 പേര് ഷെയർ ചെയ്യുന്ന ബങ്ക് ബെഡ് സിറ്റുവേഷൻസിനാണ് കേട്ടോ. അതിന് തന്നെ അത്രയുണ്ട്. അപ്പോൾ 300-500 dirhams നിങ്ങൾ നാട്ടിലത്തെ പൈസയും കൊണ്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് അക്കോർഡിംഗ് ടു ടുഡേസ് 1 dirham ഈക്വൽ ടു വാട്ട് എവർ ഇറ്റ് ഇസ്. ഇവിടെ നിങ്ങളൊരു മാസ്റ്റർ ബെഡ്റൂം ഓർ വാട്ട് എവർ എടുക്കണമെന്നുണ്ടെങ്കിൽ 3,000-4,000 തുടങ്ങിയിട്ടാണ് ഇവിടുത്തെ റേറ്റ്സ് ഒക്കെ ഉണ്ടാവുക. ജസ്റ്റ് ബിക്കോസ് ദ കറണ്ട് കണ്ടിജൻസീസ് ഹാപ്പൻഡ് ഇൻ UAE, അതുകൊണ്ട് കുറച്ച് റേറ്റ്സ് ഇപ്പോൾ കുറവാണ്. എന്നാൽ പോലും ദർ ഇസ് നോ മച്ച് ഡിഫറൻസ് അതുണ്ട്. സോ യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ് ബിഫോർ കമ്മിങ് ഹിയർ. പിന്നെ വീടൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിലും ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. ഡെപ്പോസിറ്റ്സ് ക്യാൻ ബി ലൈക്ക് എനിത്തിങ്. പാർട്ടീഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തോന്നിയതായിരിക്കും ഡെപ്പോസിറ്റ്സ്. പക്ഷേ നിങ്ങൾ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു 1 BHK ഒക്കെ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഹാവ് എൻ ഓപ്ഷൻ. നമുക്ക് ഒരു ബില്ല് നമുക്ക് പാർട്ട്ലി
പേ ചെയ്യാം. ലൈക്ക് ഒരു 3 or 4 ടൈംസ് ഒക്കെ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പേ ചെയ്യാം. പക്ഷെ അതിൽ പിന്നെ എന്താണ് വാട്ടർ ബിൽ, പിന്നെ ആ ബില്ല് ഈ ബില്ല് കൊണ്ട് കുറേ ബിൽസ് ഉണ്ടാവും നിങ്ങൾ ഇൻഡിവിജ്വലാണ് എടുക്കണമെന്ന് വെച്ചാൽ. ബട്ട് ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ് ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ആൻഡ് ഫാമിലീൻ്റെ കാര്യത്തിലായാലും യു ഹാവ് ടു മേക്ക് ഷുവർ നിങ്ങളുടെ കമ്പനി നിങ്ങളെ ഫാമിലീസിനെ കൊണ്ടുവരാനുള്ള കേപ്പബിലിറ്റി, ലൈക്ക് അതിന് സ്പോൺസർ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു മിനിമം ഒരു 4,000 സംതിങ് എന്തോ സാലറി വേണം നമ്മൾ വേറൊരാളെ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇഫ് യു ആർ ബ്രിങ്ങിങ് യുവർ ഫാമിലി. അതൊന്ന്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഹെൽത്ത് ഇൻഷുറൻസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹിഡൻ എക്സ്പെൻസസിൽ എനിക്ക് പറയാനുള്ള കാര്യം സിമ്മ്, പിന്നെ മെട്രോ, മെഡിക്കൽ, സ്മോൾ പർച്ചേസസ്, ലോണ്ട്രി, വൈഫൈ, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഷെയർഡ് സ്പേസസിൽ നിൽക്കുമ്പോൾ വൈഫൈ കാര്യങ്ങളൊക്കെ മിക്ക സ്ഥലത്തും പ്രൊവൈഡ് ചെയ്യും. ലോണ്ട്രിയുടെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ഒരു കമ്പനി അക്കോമഡേഷനിലാണ് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ലോണ്ട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് ടു ഗിവ് ഇറ്റ് സെപ്പറേറ്റ്ലി. അപ്പോൾ ഞാനത് സെപ്പറേറ്റ്ലി പേ ചെയ്യേണ്ടി വരും. പിന്നെ ഗ്രോസറീസ് നിങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ അക്കോമഡേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും യു മൈറ്റ് ജസ്റ്റ് ഗെറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. സോ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാലും യു നീഡ് ടു ഗെറ്റ് ദി അതർ തിങ്സ് സോർട്ടഡ് ഔട്ട്, റൈറ്റ്? അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പെർ ഡേ എത്ര മീൽ, അതൊക്കെ നിങ്ങളുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് അനുസരിച്ചിരിക്കും. ഗ്രോസറീസ് യു കാൻ ജസ്റ്റ് കമ്പയർ. നമ്മുടെ നാട്ടിൽ ഞാനിവിടെ വന്നിട്ട് ചെയ്തിട്ട് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് 20 dirhams പറയുമ്പോൾ ഓടിപ്പോയി 20 into 25, 26 വാട്ട് എവർ ഐ യൂസ് ടു ഡു, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമൊക്കെ അങ്ങനെയൊക്കെ ഓടി. അതിലും വേഴ്സായിട്ടുള്ള ആൾക്കാരാണ് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ചെയ്യാണ്ടിരിക്കുക. കാരണം ഇനീഷ്യലി നമ്മളൊക്കെ അങ്ങനെ ചെയ്യും. കാരണം ആഫ്റ്റർ എ പോയിന്റ് വി വിൽ ഹാവ് ടു സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്, ബിക്കോസ് നമുക്ക് പിന്നെ അങ്ങനെ നോക്കി ജീവിക്കാൻ പറ്റില്ല. പിന്നെ എല്ലാവരുടെയും ഉള്ളൊരു മിത്ത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയും പൈസ കിട്ടുന്നതല്ലേ എന്നിട്ട് 5 പൈസ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ രീതിയിലുള്ള എക്സ്പെൻസസ് നമുക്ക് ഉണ്ടാകും. നമ്മൾ നാട്ടിൽ 10 രൂപയ്ക്ക് മറ്റേ എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നമുക്ക് അതേ രൂപയ്ക്ക് അതേ സാധനം കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതെല്ലാവരോടും ക്ലിയർ ആയിട്ട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതും മാത്രമാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ദുബായിലേക്ക് കഴിഞ്ഞ വർഷം ജോലിക്ക് നോക്കാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാത്ത പല അമ്മൂമ്മമാർ വന്നിട്ട് ദുബായി പോകുമ്പോൾ എന്നെയും കൂടി ഓർക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള പലരും എനിക്കറിയാം. കാരണം ദുബായ് എന്ന് പറയുന്നത് പണ്ട് തുടങ്ങി എന്തോ ഒരു വലിയ കാര്യമാണെന്ന് പലവരുടെ ഒരു വിചാരമുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാലേ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവുള്ളൂ. ഐ എം നോട്ട് സെയിങ് ഇറ്റ്സ് ബാഡ്, പക്ഷേ യു ഹാവ് ടു ഹാവ് ദ ബാൻഡ്വിഡ്ത്ത് ടു ഹാൻഡിൽ. കമ്മിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഹെൽത്ത്. എവിടെ പോയാലും ഇത് വേണമല്ലോ, അതല്ലാണ്ടേ ഒന്നും നടക്കില്ല. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോലി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് നോക്കി കിട്ടി എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം ഇൻഷുറൻസ് എത്രത്തോളം കവേർഡാണ്, എന്തൊക്കെ കവേർഡാണ്, എവിടെയൊക്കെ കവേർഡാണ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കണം. കാരണം പലവരും ചെറിയ കമ്പനീസൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇൻഷുറൻസ് തരണം എന്നുള്ളത് ഇവിടെ മാൻഡേറ്ററി ആണ് കേട്ടോ. ബൈ ദ വേ, തന്നാൽ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം കവറേജ് തരുന്നു എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ ഇഫ് നിങ്ങൾക്കൊരു ചെറിയൊരു മൈഗ്രെയിനോ വാട്ട് എവർ എന്തൊക്കെ വന്നാലും ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ആൻഡ് യു ഹാവ് ടു എൻഷുർ ദാറ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും മിനിമം കവേർഡ് ആയിരിക്കണം. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞൊരു 2 മാസം മുന്നേ എൻ്റെ ഹെൽത്ത് ഭയങ്കര കഷ്ടമായിട്ടുണ്ടായിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഞാൻ പലതും വ്ളോഗ് ചെയ്തിട്ടുമില്ല, പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. പക്ഷേ ഇറ്റ് വാസ് സോ ബാഡ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് എനിക്ക് അന്ന് അങ്ങനത്തെ ഒരു കവറേജ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഭയങ്കര ഒരു മേജർ എക്സ്പെൻസസ് ഒന്നും വരാണ്ടിരുന്നത്. കാരണം അന്ന് കുറേ ടെസ്റ്റ്, അഡ്മിറ്റ് ആവല്, കാഷ്വാലിറ്റി, മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചിലവുണ്ടായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി. അപ്പോൾ ആ കാര്യം നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മൈൻഡിൽ വെക്കണം. അത് നിങ്ങൾ എന്തായാലും നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളും നല്ലതായിരിക്കണം. ഇറ്റ്സ് നോട്ട് ദാറ്റ് എല്ലാവർക്കും കിട്ടില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് മേക്ക് ഷുവർ ദീസ് തിങ്സ് ആർ ഓൾസോ ടേക്കൺ കെയർ ഓഫ്. വർക്ക് കൾച്ചർ, ഇത് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് പറയാൻ തോന്നി എന്ന് തോന്നുന്നുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നായാലും പലരും വരുമ്പോൾ എനിക്ക് അവരെ ഇഷ്ടമല്ല, എനിക്ക് ഇവരെ ഇഷ്ടമല്ല, അതിഷ്ടമല്ല, ഇതിഷ്ടമല്ല. ഇവിടെ എല്ലാവിധ കമ്മ്യൂണിറ്റീസും ഉണ്ടാവും, എല്ലാവിധ നാട്ടിലത്തെ ആൾക്കാരും ഉണ്ടാവും. നമ്മൾ താമസിക്കും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുടെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും പലതും ഉണ്ടാവും. കാരണം നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ സെറ്റപ്പ് ആയിരിക്കില്ല ബാക്കിയുള്ള ഒരാൾക്കാർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിലിപ്പീനോസോ അല്ലെങ്കിൽ
നമ്മൾ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ മറ്റേ തടുക്കാടലും മറ്റേ കടുക് വറുത്തിടലും ആ മണവും ഇത് ഒന്നും എല്ലാവർക്കും പിടിച്ചു എന്ന് വരില്ല. അതുപോലെ അവരുടെ പല കുക്കിംഗ് ഹാബിറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല. എസ്പെഷ്യലി വെൻ യു ആർ സ്റ്റേയിങ് ഇൻ എ ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് പറ്റില്ല, ഇത് പറ്റില്ല, എന്നാൽ എനിക്ക് ഇത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ആ ഒരു മൈൻഡ് സെറ്റിൽ വന്നാൽ ഇറ്റ് വിൽ ബി ഭയങ്കര ബുദ്ധിമുട്ട്. ബൈ ദ വേ, പിന്നെ എന്താ പറയുക, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുന്ന എവിടെ നിന്നാൽ പോലും ടൈം മാനേജ്മെൻറ്റ് ഇസ് എ വെരി മേജർ കാര്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചൂട് കാലത്ത് ഇറ്റ് വിൽ ബി ഭയങ്കര ചൂട്, ലൈക്ക് ഭയങ്കര ചൂട്. നമ്മുടെ നാട്ടിലത്തെ പോലെ നാട്ടിൽ ചൂടുണ്ട് ഇല്ല ഞാൻ പറയണില്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കര വ്യത്യാസമായിരിക്കാം. ഇപ്പോഴും എനിക്ക് അത് എത്രത്തോളം പറയാറുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ 6 മാസമേ ആയിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ അത്. അടുത്ത കാര്യം, സ്കാംസ്. ഇവിടെ നാട്ടിൽ പോലെ ദുബായിൽ സ്കാം ഇല്ല എന്ന് വിചാരിക്കുന്നതുണ്ടെങ്കിൽ ഒട്ടും വിചാരിക്കണ്ട. ഹൗസിംഗ് സ്കാംസ്, ഫേക്ക് ജോബ് സ്കാംസ്, വാട്സാപ്പ് സ്കാംസ്, ക്രെഡിറ്റ് കാർഡ് സ്കാംസ്, എന്തൊക്കെ സ്കാം ഉണ്ടോ എല്ലാവിധ സ്കാമും. പക്ഷേ വളരെ ഫാൻസിഫൈ ചെയ്തിട്ടായിരിക്കും എല്ലാ സ്കാമും. നമ്മൾ വിശ്വസിച്ച് പോവും ആ സ്കാം. പലവർക്കും ക്രെഡിറ്റ് കാർഡ് സ്കാം, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പോയിട്ടുള്ള പലവർക്കും പല എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകാന്നല്ല, പക്ഷേ നമ്മുടെ ഫോണിലേക്ക് OTP വരിക, അത് ഇത് പറഞ്ഞിട്ട് പല പരിപാടികളുണ്ട്. ഹൗസിങ് പല പരിപാടികളുണ്ട്. സോ യു ഹാവ് ടു ബി വെരി ഷുവർ. നിങ്ങളിപ്പോൾ നാളെ ഒരു പാർട്ടീഷൻ എടുത്താൽ പോലും ഡെപ്പോസിറ്റും എന്തും അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. യു ഹാവ് ടു ഹാവ് ദാറ്റ് വാട്ട് എവർ റെസിപ്റ്റ് ഓർ വാട്ട് എവർ, അതൊക്കെ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. ഇഫ് അറ്റ് ഓൾ വൺ ഡേ എന്തെങ്കിലും ഒരു ഹിയർ ഓർ ദെയർ വന്നു കഴിഞ്ഞാൽ ആ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അതിപ്പോൾ സ്കാം ആവണം എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും റെസിപ്റ്റും കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ വേണം. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ക്യാഷ് ആയിട്ടുള്ള ട്രാൻസ്ഫേഴ്സ് അധികം നടത്താണ്ടിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ് പറയാനുള്ളൂ എനിക്കിവിടെ. വേറെ എന്തെങ്കിലും പറയണോ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും എൻ്റെ വ്ളോഗ്സ് കണ്ടാൽ ഞാൻ പലതും അതിൽ തന്നെ പറയാറുണ്ട്, ലൈക്ക് അത് ദാൻ ഈ കാര്യങ്ങൾ. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി. എനിക്കിപ്പോഴും പല കാര്യങ്ങളും ഓർമ്മയില്ല. ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ഒരു 10,000 ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഡൗട്ടുകളൊക്കെ ഞാൻ സ്വന്തമായിട്ട് പിന്നെ എനിക്ക് അറിയണവരോടും അവരോടൊക്കെ ചോദിച്ചിട്ട് ചെയ്തു. അതുകൊണ്ട് എനിക്കിപ്പോൾ കാര്യങ്ങളൊന്നും എന്തൊക്കെയായിരുന്നു എൻ്റെ ഡൗട്ട് എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല, കാരണം കുറേ ഡൗട്ട് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ. ആസ് ഞാൻ പറഞ്ഞ പോലെ ദുബായ് എന്ന് പറയുമ്പോഴത്തേക്കും ഓടി വരുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് മനസ്സിൽ വെച്ച് ഒന്ന് പ്രാക്ടിക്കലി ചിന്തിച്ചിട്ടൊക്കെ വരിക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ കമൻറ്റുകളൊന്നും ചെയ്താൽ എനിക്ക് കമൻറ്റ് റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയാണോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാ കാര്യങ്ങളെപ്പറ്റി എനിക്ക് അത്ര അറിവൊന്നും കാര്യമായിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇതൊക്കെയാണ് എനിക്ക് അറിയണ കാര്യങ്ങൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യൂ. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ വീഡിയോ വെരി സൂൺ. സോ ബൈ, ടേക്ക് കെയർ.